ന്യൂനപക്ഷം ഭയക്കണോ എന്നാണ് ചോദ്യം. ആൻഡ്രൂ അഗസ്റ്റിൻ, ന്യൂനപക്ഷം ഭയക്കണോ? തീർച്ചയായിട്ടും വായിക്കണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ഈ ദുർഗിലെ ജില്ലാ ജയിലിൽ കിടക്കുന്ന രണ്ട് 60 വയസ്സ് കഴിഞ്ഞ അമ്മമാരുണ്ടല്ലോ, അവരോട് നീതിയാണോ അനീതിയാണോ ചെയ്തതെന്ന് പറയാനുള്ള തൻ്റെ ഇടം കേരളത്തിലെ BJP നേതാക്കന്മാർക്കുണ്ടോ? ആദ്യത്തെ ചോദ്യം അതാണ്. അതില്ലാതെ വന്നിട്ട് അവിടുത്തെ പ്ലാറ്റ്ഫോം ടിക്കറ്റ് TT ആണ് പിടിച്ചകത്തിട്ട് എന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കാനാണോ മലയാളികൾ നിൽക്കുക എന്നുള്ളതാണ്. കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം എന്താണെന്നറിയോ, കേരളത്തിൽ നിരവധിയായ പ്രശ്നങ്ങളെ അഭിമുഖീകരിച്ചിട്ടാണ് ഇന്ത്യയിലെയും കേരളത്തിലെയും ക്രിസ്ത്യാനികൾ ഈ നിലയ്ക്കെത്തിയിട്ടുള്ളത്. അവരെന്താണ് ചെയ്തിട്ടുള്ളത്? നിങ്ങൾ വലിയ രീതിയിൽ സമ്പത്ത് കുമിഞ്ഞു കൂടുന്നത് കണ്ടിട്ടുണ്ടോ? അവരെ സംബന്ധിച്ചിടത്തോളമുള്ള പ്രശ്നം എന്താണ്? അവരെ സംബന്ധിച്ചിടത്തോളം നിരവധി പ്രശ്നങ്ങൾ നേരിടുന്നത് ഓരോ അഭിപ്രായത്തിൽ പെട്ടിട്ടാണ്. അവർ ഈ ആദിവാസി മേഖലയിൽ പണിയെടുക്കുന്നു, കുഷ്ഠരോഗികളുടെ ഇടയിൽ പണിയെടുക്കുന്നു, സാധാരണക്കാരുടെ ഇടയിൽ പണിയെടുക്കുന്നു, അവർക്ക് വിദ്യാഭ്യാസം ചെയ്യാൻ വേണ്ടിയിട്ട് അവർ വിദ്യാഭ്യാസത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നു, അവർ സ്കൂളുകൾ തുടങ്ങുന്നു, അവർ ഹോസ്പിറ്റലുകൾ തുടങ്ങുന്നു. ഇതിലെല്ലാം ചെയ്തിട്ട് അവർ തന്നെ പണിയെടുക്കുന്നു എന്നുള്ളതാണ്. അവർ മുതലാളിയായിട്ട് എവിടെയും കണ്ടിട്ടില്ലല്ലോ. ഒരു നേഴ്സിനെയും ഒരു സിസ്റ്ററേയും നേഴ്സായി കാണുന്നവരൊന്നും മുതലാളിയായിട്ട് കണ്ടിട്ടില്ല. അവരെല്ലാം എങ്ങനെയാണ്? അവരെല്ലാം പ്രവർത്തിക്കുകയാണ്. അവർ ആതുര സേവനത്തിൽ പ്രവർത്തിക്കുകയാണ്. അവർ വിദ്യാർത്ഥിയായിട്ടും അവർ അധ്യാപകരായിട്ടും അവർ എല്ലാവരും കൂടെ നിന്ന് പ്രവർത്തിക്കുകയാണ്. എന്തിനാണ് അങ്ങനെ ചെയ്യുന്നത്? അവരെ സംബന്ധിച്ചിടത്തോളം ഈ പിന്നോക്കം നിൽക്കുന്ന വിഭാഗങ്ങളെ മുന്നോക്കം കൊണ്ടുവരിക എന്നുള്ള ഉദ്ദേശം മാത്രമേ ഉള്ളൂ. അവർക്ക് അവരുടെ മുമ്പിൽ ഹിന്ദു എന്നില്ല, അവരുടെ മുന്നിൽ ക്രിസ്ത്യാനി എന്നില്ല, അവരുടെ മുമ്പിൽ മുസ്ലിം എന്നില്ല, അവരുടെ മുന്നിൽ പാഴ്സി എന്നില്ല. അവരെ സംബന്ധിച്ചിടത്തോളം എവിടെയാണോ പിന്നോക്കം വിഭാഗം നിൽക്കുന്നത് അവരെ പോയി പ്രവർത്തിക്കും. ഈ വയനാടിൻ്റെയും ഇടുക്കിയുടെയൊക്കെ മലയോര മേഖലകളിൽ വിദ്യാഭ്യാസം കിട്ടിയത് എങ്ങനെയാണ്? പണ്ട് കാലങ്ങളിൽ ഇതുപോലെ കുടിയേറി അവിടെ ആദിവാസികൾ മാത്രം ഉണ്ടായിരുന്ന സ്ഥലമാണ്. അവിടെ കുടിയേറ്റ ക്രിസ്ത്യാനികളെന്നാണ് ഇപ്പോഴും പറയുക. എങ്ങനെയാണ് കുടിയേറ്റ ക്രിസ്ത്യാനികൾ ഈ മലയോര മേഖലയിൽ വരിക? അവിടെ ചെന്നിട്ട് അവർ ആ ഏരിയയിൽ ചെന്നിട്ട് ആ ഏരിയനെ ഡെവലപ്പ് ചെയ്യുകയാണ്. അതോടുകൂടി എന്താണ് ചെയ്യുന്നത്? അവിടുത്തെ ആദിവാസികളെല്ലാം അല്ലെങ്കിൽ പിന്നോക്കം പോകാതെ നിൽക്കുന്നവരെല്ലാം മുന്നോട്ട് വരികയാണ് ചെയ്യുന്നത്. അവർക്ക് അവിടെ പഠിക്കാൻ സ്കൂളുകൾ വരുന്നു, അവിടെ പഠിക്കുന്നു, അതിൽ നിന്ന് വിദ്യാഭ്യാസം നേടുന്നു എന്നുള്ളതാണ്. അങ്ങനെ വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ നടത്തുകയാണ്. ഇപ്പോൾ നിങ്ങൾ ആഫ്രിക്കയുടെ പല ഭാഗങ്ങളിൽ ചെന്ന് നോക്കിയുള്ളൂ, അവിടെയെല്ലാം പണിയെടുക്കുന്നത് ക്രിസ്ത്യാനികളാണ്. അപ്പോൾ ഞാൻ എന്നാളെ പറയായിരുന്നു, ഞാനൊരു ഘാനയിൽ പോയിരുന്നു. ഘാനയിൽ പോയപ്പോൾ അവിടെ ഒരു കാടാണ്. ആ കാടിൻ്റെ അകത്തൊരു ചെറിയ പള്ളി വെച്ചിട്ട് അവിടെ ഇരിക്കുകയാണ്. അപ്പം അതൊരു പത്തനംതിട്ടക്കാരൻ അച്ഛനാണ്. ഞാൻ അവിടെ ചെന്ന് അന്വേഷിക്കുമ്പോൾ ആ പത്തനംതിട്ടക്കാരൻ അച്ഛനോട് ചോദിക്കുന്ന സമയത്ത് അദ്ദേഹം പറയുന്നത് അദ്ദേഹം കേരളത്തെക്കുറിച്ച് അവിടെ എന്താ നടക്കുന്നതെന്ന് പോലും അദ്ദേഹത്തിന് അറിയില്ല. അദ്ദേഹം ജീവിതം അതിനോട് ഒഴിഞ്ഞു വെച്ചേക്കാണ്. അവിടുത്തെ ആദിവാസികൾക്ക് വേണ്ടിയിട്ടും അവിടുത്തെ പാവപ്പെട്ടവർക്ക് വേണ്ടിയിട്ട് ഒഴിഞ്ഞു വെച്ചിരിക്കുകയാണ്. ഈ 60 വയസ്സായ അമ്മമാർ എന്തിനാണ് ജയിലിൽ പോയി കിടക്കുന്നത്? അവർക്ക് ഇവിടെ സുഖമായിട്ട് ഈ അങ്കമാലിയിൽ വീടുണ്ടല്ലോ, അവരുടെ സഹോദരങ്ങളൊക്കെ ഇവിടെ താമസിക്കുന്നുള്ളൂ. അവിടെ ലാവിഷായിട്ട് ജീവിച്ചുകൂടെ? എന്തിനും ബുദ്ധിമുട്ടുണ്ടാവുമോ? ഈ പെടുന്ന അടിയും കൊണ്ട് ഛത്തീസ്ഗഡിൽ പോയി അടി കൊള്ളേണ്ട കാര്യമുണ്ടോ? എന്താണ് പച്ചരകന്തകളൊക്കെ ആ സ്ത്രീയൊക്കെ കാണിക്കുക, അടിക്കാൻ ചെല്ലുകയാണ്. പ്രായത്തിന് ബഹുമാനം കൊടുക്കാൻ പ്രാപ്തിയില്ലാത്ത BJP-ക്കാരാണോ ഇത് ചെയ്യാൻ പോകുന്നത്? ഒരു പ്രായമായവരെ എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടത് എന്നുള്ളതാണ്. മാധ്യമങ്ങളെ കണ്ടാൽ പുച്ഛം. എന്നാൽ മാധ്യമങ്ങൾ ചോദിച്ചിട്ടുണ്ടെങ്കിൽ കളിയാക്കുകയാണ്. എന്നിട്ട് പറയുകയാണ് നിങ്ങൾക്ക് വേണ്ടിയാ ഞങ്ങൾക്ക് വേണ്ടിയാ മാധ്യമം എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ വായിൽ പറയുകയാണ്. എന്നിട്ട് ഓരോ അർത്ഥത്തിൽ ഇങ്ങനെ കളിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. ചോദ്യത്തിന് മറുപടിയില്ല. നമ്മൾ എന്തിനാണെന്നേ ഒരു രാഷ്ട്രീയ നേതൃത്വം തിരഞ്ഞെടുക്കുന്നത്? രാഷ്ട്രീയം എന്ന് പറയുന്നത് ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ട സംവിധാനമാണ്. അതിൽ നിന്ന് ഒരാളെ തിരഞ്ഞെടുത്ത് കേന്ദ്രമന്ത്രിയും MPയും MLA ആയും അവിടെ ഇരുത്തുന്നത് എന്തുകൊണ്ടാണ്? അവിടെ ഇരുത്തുന്നത് ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാൻ വേണ്ടിയിട്ടാണ്. കേരളത്തിൽ ഒറ്റക്കെട്ടായിട്ട് വിഷൂരുവായി നിന്നുകൊണ്ട് എങ്ങനെ പറയുകയാണ്, അത് ഞങ്ങളെല്ലാം ഒറ്റക്കെട്ടാണെന്ന് വായിക്ക് വാങ്ങാൻ ധാരാളം സംവിധാനത്തിൽ പറഞ്ഞാൽ പോരല്ലോ. പറയുന്ന സമയങ്ങളിലൊക്കെ എന്താണ് പറയുന്ന സമയങ്ങളിൽ ഒറ്റക്കെട്ടാണോ എന്ന് ചിന്തിക്കണം. കേരളത്തിലെ അല്ലെങ്കിൽ ഇന്ത്യയിലുള്ള സംസ്ഥാനങ്ങളിലെല്ലാം ഭിന്നിപ്പ് നടത്തുന്നുണ്ടോ ചിന്തിക്കണം. ഭിന്നിപ്പിച്ച് ഭരിക്കാനാണ് അവർ ഉദ്ദേശിക്കുന്നത്. ന്യൂനപക്ഷങ്ങളെ ഇവരെന്താണ് ഉദ്ദേശിക്കുന്നത്? മുസ്ലിങ്ങളെയും ക്രിസ്ത്യാനികളെയും തമ്മിൽ അടിച്ചെടുക്കുക. എന്നിട്ടാണ് അതുകൊണ്ട് ജോസഫ് മാഷിൻ്റെ കാര്യം പറയുന്നത്. അതുകൊണ്ടാണല്ലോ മുസ്ലിങ്ങളെയും ക്രിസ്ത്യാനികളെയും തമ്മിൽ അടുപ്പിച്ചിട്ട് അതിൽ നിന്ന് ഈ ക്ഷീരമുള്ളവർ അവിടെയും ചൂട്ടിലും കൊതുവിന് ചോര തന്നെ കൗതുകം എന്ന് പറഞ്ഞ പോലെയാണ്. അവിടെ അതിൽ നിന്ന് എന്തെങ്കിലും ചോര 2% ക്രിസ്ത്യാനികളെ പേടിക്കാന്നേ. 2% ക്രിസ്ത്യാനികളെ പേടിക്കുകയാണ്. എന്നിട്ട് എന്തിനാണ് അവർക്കെതിരെ മതപരിവർത്തനം നടത്തിയിട്ട് വലിയ മാറ്റം ഉണ്ടാക്കുന്നുള്ളത്? എവിടെയാണ് മതപരിവർത്തനം നടത്തുന്നത്? ഏത് രീതിയിലാണ് മതപരിവർത്തനം നടത്തുന്നത്? നേരത്തെ ചർച്ചയിൽ ഒരാൾ പറയുന്നത് കേട്ടു, എന്താണ് നിങ്ങൾ മുസ്ലിങ്ങളുടെ വീട്ടിൽ പോയി മതപരിവർത്തനം നടത്തണം. മുസ്ലിങ്ങളുടെ വീട്ടിൽ ഇതുപോലത്തെ കഷ്ടതയുള്ളത് ഈ പിന്നോക്ക ആദിവാസി വിഭാഗങ്ങളിലാണ്. അവിടെ ചെന്നിട്ടാണ് ഈ മതപരിവർത്തനം നടത്തുന്നത്. അവിടെ ചെന്ന് പരിവർത്തനം അല്ല നടത്തുന്നത്. അവർക്ക് അരി മേടിച്ചു കൊടുക്കും, അവർക്ക് ഭക്ഷണം മേടിച്ചു. അവർ സ്കൂൾ കണ്ടിട്ടില്ല, അവരൊരു വാഹനത്തിൽ കയറിയിട്ടില്ല, ഒരു സിനിമ തിയേറ്ററില്ല. ഈ പറയുന്ന പല മണ്ഡലങ്ങളിൽ സിനിമ തിയേറ്റർ ഇല്ല എന്നുള്ളതാണ്. ഒരു സംസ്ഥാനത്ത് ഒരു സിനിമ തിയേറ്ററുള്ള സംസ്ഥാനമുണ്ടോ? കേരളത്തിൽ ചിന്തിക്കാൻ പറ്റുമോ? 570 മൾട്ടിപ്ലക്സും 300 സിനിമ തിയേറ്ററുള്ള സംസ്ഥാനമാണ് കേരളം. അവിടെ ഒരു സംസ്ഥാനത്തെ ഒരു മൾട്ടിപ്ലക്സാണ്. ഞാൻ ഈ ഒരു പ്രധാനപ്പെട്ട നേതാവിൻ്റെ മണ്ഡലത്തിൽ പോയി നോക്കിയപ്പോൾ എന്താ അറിയോ, ആ മണ്ഡലത്തിൽ ആകെ ഒരു സിനിമ തിയേറ്ററേ ഉള്ളൂ. അതാണ് അവിടുത്തെ അവസ്ഥ എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞ എൻ്റർടൈൻമെൻറ്റ് കാര്യത്തിലാണ് ഒരു സിനിമ തിയേറ്റർ. അവിടുത്തെ സ്കൂളുകൾ നോക്കിയിട്ടുണ്ടെങ്കിൽ ഒരു മണ്ഡലത്തിലൊരു സ്കൂളേ ഉള്ളൂ.
അവിടെ എങ്ങനെയാണ് പഠിപ്പിക്കുക? അവിടെ ചെന്നത് ഒരു ടീച്ചർ അവിടെ ചെന്നിട്ട് ഒരു നേഴ്സ് ഒരു സിസ്റ്റർ അവിടെ ചെന്നെന്താ ചെയ്യുന്നത്? ആ നാട്ടിലുള്ള കുട്ടികളെ മുഴുവൻ വിളിച്ചു കൂട്ടിയിട്ട് അവരോട് പറയുകയാണ്, നിങ്ങൾക്ക് പഠിക്കാൻ സംവിധാനമുണ്ടോ? ഒരു ബുക്ക് കൊടുക്കും, ഒരു പേന കൊടുക്കും, ഒരു പേപ്പർ കൊടുക്കും. ഇതാണ് പേന, ഇതാണ് പേപ്പർ, ഇതാണ് ബുക്ക് എന്ന് പറഞ്ഞു കൊടുക്കേണ്ട ഗതികേടിലാണ് അവിടുത്തെ വിദ്യാർത്ഥികളുള്ളത്. ഇവരെ സംബന്ധിച്ചിടത്തോളം എന്താണ്, ഇവരിങ്ങനെ നശിച്ച് കിടക്കണം. ഇവരോട് പറയുമ്പോൾ ഇവിടെ കുത്താൻ പറയുമ്പോൾ വോട്ടിംഗ് മെഷീനാണല്ലോ. ഇപ്പോൾ പേപ്പർ നോക്കേണ്ട കാര്യമില്ലല്ലോ. അവർ പറഞ്ഞിട്ട് രണ്ടാമത്തെ ബട്ടണിൽ കുത്തിക്കോളാൻ പറഞ്ഞു വിടും. രണ്ടാമത്തെ ബട്ടനാണ് നമ്മൾ രണ്ടാമത്തെ ബട്ടണിൽ കുത്തി. ഒന്നാമത്തെ കുട്ടികൾ അത് ആരാണ്? അത് ക്രിസ്ത്യാനിയാണ്. മൂന്നാമത്തെ ബട്ടണിൽ മുസ്ലിമാണ്. നിങ്ങൾ എന്ത് ചെയ്യണം? രണ്ടാമത്തെ ബട്ടണിൽ കുത്തിക്കും. അപ്പോൾ രണ്ടാമത്തെ ബട്ടണിൽ കുത്തി നമ്മൾ ജയിച്ചു. ഇങ്ങനെയൊരു ജനതേന വേണം. അങ്ങനെ ഒരു ജനതേന ഉണ്ടാക്കാൻ വേണ്ടി ഭയങ്കരമായിട്ട് കഷ്ടപ്പെടുകയാണ്. എന്നിട്ട് ഇവിടെ വന്നിട്ട് എന്താ പറയുന്നത് അറിയോ? ഇവിടെ വന്നിട്ട് എന്തറിയോ, അയ്യോ ഛത്തീസ്ഗഡിലെ പാവം കന്യാസ്ത്രീകൾ ദുരിതം അനുഭവിക്കുകയാണ്, അവർക്ക് എന്തെങ്കിലും ഇനി ബുദ്ധിമുട്ടുണ്ടായാൽ നിങ്ങൾ ഇവിടെ പ്രശ്നം ഉണ്ടാക്കരുത്. അത് ഇനി അപ്പം എന്താ ഈ ചന്ദ്രശേഖർ നമ്മുടെ BJP പ്രസിഡന്റ് പറയുന്നറിയോ? ഛത്തീസ്ഗഡിലെ കന്യാസ്ത്രീകൾ ദുരിതം അനുഭവിക്കുകയാണെന്ന് അറിയാം. അവർക്ക് അറിയില്ലേ? അവിടെ എന്താണ് അവർ വലിയ പ്രശ്നങ്ങൾ നേരിടുന്നതെന്ന് അറിയാം. ഇത് ഇന്നലെയാണോ അറിഞ്ഞത്? മിനിഞ്ഞാന്നാണ് പറഞ്ഞത്. നിങ്ങൾ ഭരിക്കുന്ന സംസ്ഥാനമാണേ. അവിടെ കോൺഗ്രസ് ഭരിക്കുന്നത്, അവിടെ BJP അല്ല, CPM ഭരിക്കുന്ന സംസ്ഥാനമല്ല, BJP ഭരിക്കുന്ന സംസ്ഥാനമാണ്. BJP ഭരിക്കുന്ന സംസ്ഥാനത്തിൽ പണ്ടൊരു പ്രാവശ്യം നമ്മുടെ പ്രധാനമന്ത്രി പാലക്കാട് വന്ന് പറഞ്ഞ ഓർമ്മയുണ്ടോ? എന്താ പറഞ്ഞത് ഒരു പ്രസംഗത്തിൽ? ആഫ്രിക്കയിൽ സൊമാലിയ പട്ടിണി കേട്ടിട്ടില്ലേ? വാർത്തയുണ്ടല്ലോ. ഇപ്പം എന്തേ ഓർമ്മ വരാത്തെ? അവിടുത്തെ ജനങ്ങൾ പട്ടിണിയിലാണ്. അവിടുത്തെ ജനങ്ങൾക്ക് വിദ്യാഭ്യാസമില്ല. അത് ആര് ചെയ്യണം? 2% ന്യൂനപക്ഷം ചെയ്യണം. 98% ബാക്കിയുള്ളവർക്ക് നേരമില്ല. 2% ന്യൂനപക്ഷം ചെയ്യണം. 2% ന്യൂനപക്ഷത്തിലുള്ള മതപുരോഹിതന്മാർ പോയി ചെയ്യണം. അവർ എന്താണ് സ്വയം സമർപ്പിച്ചവർ പോയി ചെയ്യണം. ഇത് അവിടെ ചെയ്യാൻ ആളില്ല എന്നുള്ളതാണ്. അവിടെ സ്കൂളുകളില്ല, അവിടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളില്ല, അവിടെ ആശുപത്രികളില്ല, അവിടെ കുഷ്ഠരോഗം ഉണ്ടാകുന്നു. എങ്ങനെയാണ് കേരളത്തിൽ കുഷ്ഠരോഗിയുള്ളവർ എത്ര പേരുണ്ട്? നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ ഒരാളെ കാണിച്ചു തരാൻ പറ്റുമോ കേരളത്തിൽ കുഷ്ഠരോഗം പിടിച്ച ആൾക്കാരെ? നിങ്ങളുടെ നടന്നു പോകുന്നത് അവിടെ ആയിരക്കണക്കിന് ആൾക്കാരെ കാണാം കുഷ്ഠരോഗമില്ലാതെ. വയറൊട്ടി എല്ലിങ്ങനെ പുറത്തേക്ക് തള്ളി നിൽക്കുന്ന ആയിരക്കണക്കിന് ജനങ്ങളെ കാണാം. ഡ്രസ്സില്ലാതെ കുട്ടികൾ അങ്ങാടിയിൽ കൂടെ ഓടി കിടക്കുന്ന കാണാം. തെരുവിൽ കൂടെ ഓടി കിടക്കുന്ന കാണാം. കേരളത്തിൽ കാണാൻ കഴിയുമോ ഒരു കുട്ടീനെ? കൊടുക്കണയോ? എന്താണ് ഈ യാചിച്ച് നടക്കുന്ന ആയിരക്കണക്കിന് ആൾക്കാരെ കാണാം. 10, 25, 30 വർഷം പഴക്കമുള്ള ഓട്ടോറിക്ഷ ഓടിച്ച് നടക്കുന്ന ആൾക്കാരെ കാണാം. കേരളത്തിൽ കാണാൻ പറ്റുമോ? 30 വർഷം 25 വർഷമുള്ള സൈക്കിൾ റിക്ഷ നടത്തി ജീവിക്കുന്ന ആൾക്കാരെ കാണാം. കേരളത്തിൽ കാണാൻ പറ്റുമോ? ഇതൊന്നും പറ്റുമല്ലോ. അപ്പം നമ്മളെന്താണ് ഇവരെയൊക്കെ മുന്നോക്കം കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഈ പാവങ്ങൾ പോയി കഷ്ടപ്പെടുന്നത്. അല്ലാതെ ഈ 60 വയസ്സേ അമ്മയ്ക്ക് അവിടെ ചെന്നിട്ട് എന്താണ് സൂചിച്ച് ജീവിച്ചുകൂടെ? അവർ 56 വയസ്സിൽ പെൻഷൻ മേടിച്ചിട്ട് വീട്ടിൽ വന്ന് ലാവിഷായിട്ട് ജീവിച്ചുകൂടെ? അവരത് ചെയ്യുന്നില്ലല്ലോ. അവരെന്താണ് ഒരാളെയെങ്കിലും കിട്ടിയാൽ അത് ആരാണ്? 18 വയസ്സിന് താഴെയുള്ള ആൾക്കാരല്ല, 18-19 വയസ്സുള്ള ആൾക്കാരാണ്. അവരെ സംബന്ധിച്ച് അവർ ഇന്ത്യൻ പൗരനായി അവന് സ്വതന്ത്രമായ തീരുമാനം എടുക്കാൻ വേണ്ടി സമ്മതിക്കുന്നില്ല. അതാര് തടയാണ്? അത് സർക്കാർ തടയാണ്. പറ്റില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഒരു രാജ്യമാണ് ഇന്ത്യ എന്നുള്ളത് പുറലോകത്തിനറിയോ? നമ്മളോടെന്താ പറയുന്നത് അറിയോ? നമ്മൾ ഇന്ത്യയിലാണ്, ഇന്ത്യയിലൊരു സംസ്ഥാനമാണ്, കേരളം എന്ന് പറയുന്ന സംസ്ഥാനമാണ്. ഇവിടെ നമ്മളോട് പറയാം നിങ്ങളൊന്നും മിണ്ടല്ലേ, മിണ്ടി അവർക്ക് ബുദ്ധിമുട്ടാവും. എന്തു പറയുക? വേറൊരു രാജ്യത്തോട് പറയല്ല. നമ്മുടെ രാജ്യത്തെ ഒരു സംസ്ഥാനം വേറൊരു സംസ്ഥാനത്തെ നേതാവിനോട് ഭരിക്കുന്ന നേതാവിനോട് പറയുകയാണ്, അയ്യോ നിങ്ങൾ മിണ്ടരുത്, നിങ്ങൾ മിണ്ടിയാൽ അവരെല്ലാം കൂടെ തല്ലിക്കൊന്നു കളയും എന്ന് പറയുകയാണ്. അതല്ലേ രാജ്യത്തിൻ്റെ അവസ്ഥ എന്ന് പറയുന്നത്. ഇതാരോട് പറയാനാണ്? ഇവിടുത്തെ ശക്തമായ നിലപാട് സ്വീകരിക്കാൻ വേണ്ടി ഇവിടുത്തെ സർക്കാരിനും ഇവിടുത്തെ മേലധ്യക്ഷന്മാരും പറ്റിയിട്ടുണ്ടല്ലോ. നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങൾ തൊഴുതു നിന്നോ? ഞാൻ ഇന്ന് പറഞ്ഞത് 8 മണിക്ക് രാജീവ് ചന്ദ്രശേഖർ അങ്ങോട്ട് വരാൻ വേണ്ടി തീരുമാനിച്ചു കഴിഞ്ഞാൽ പറയേണ്ടത് എന്താണ്? നിങ്ങൾ ആദ്യം ആ കന്യാസ്ത്രീകളെ ഇറക്കിയിട്ട് വരൂ, എന്നിട്ട് നമുക്ക് ചർച്ച ചെയ്യാനുള്ള ആർജവം കാണിക്കണം. അതല്ലേ ആർജവം എന്ന് പറയുന്നത്. അതിനുശേഷം വരട്ടേനെ, എന്നിട്ട് ഇവർ വിശദീകരിക്കട്ടെ. ഇത് ഇന്ന കാര്യങ്ങൾ കൊണ്ട് സംഭവിച്ചതാണ്, ഇന്നതാണ് അവിടുത്തെ പ്രശ്നങ്ങൾ, നിങ്ങൾ ഇന്ന സ്ഥലത്ത് പോകരുത്, ഇന്ന സ്ഥലത്ത് പ്രശ്നങ്ങളുണ്ട് എന്ന് പറയണ്ടേ? അതല്ലേ ആദ്യം എന്താണ്? നിരപരാധിയാണെന്ന് BJP പറഞ്ഞ ആൾക്കാരുണ്ടല്ലോ, നിരപരാധിയാണ്, ഇവർ ഒരു തെറ്റും ചെയ്തിട്ടില്ല, ഇവർ പാവങ്ങളാണ്, ഇവർ പാവം വേണ്ടി സഹായിക്കാൻ ഇറങ്ങിയവരാണ്, ഇവരെയാണ് ജയിലിൽ പിടിച്ചിട്ടത് എന്ന് പറഞ്ഞ BJP നേതാക്കന്മാർ പറഞ്ഞ ആൾക്കാരെ ഇറക്കിയിട്ട് വാ, എന്നിട്ട് പറയാം നമുക്കൊന്നിരുന്ന് ചായ കുടിക്കാം, എന്നിട്ട് നമുക്ക് ചർച്ച ചെയ്യാം, വിഷയങ്ങൾ പറഞ്ഞു തീർക്കാം എന്നല്ല പറയേണ്ടത്. അല്ലാതെ നിങ്ങളുടെ CSR ഫണ്ട് ബ്ലോക്ക് ചെയ്യും, അല്ലെങ്കിൽ നിങ്ങൾ ED വിടും, ഇൻകം ടാക്സ് വിടും. ഇൻകം ടാക്സ് ED വിട്ടാൽ മാക്സിമം ഇടാൻ പറ്റിയ സ്ഥലമല്ല ജയിലല്ലേ? അതല്ലേ മാക്സിമം ഇടാൻ പറ്റുക? തൂക്കിക്കൊല്ലാൻ പറ്റുമല്ലോ ED ഇൻകം ടാക്സ് പിടിച്ച്. അത് തൻ്റെ അടുത്തോടെ നേരിടാൻ വേണ്ടി ഇവിടുത്തെ അച്ഛന്മാർക്കും ഇവിടുത്തെ കന്യാസ്ത്രീകൾക്കും മേലധ്യക്ഷന്മാർക്കും ഇവിടുത്തെ മത പണ്ഡിതന്മാർക്കും പറ്റണം. അത് എന്നെ പിടിച്ച് ജയിലിലിട്ടോളൂ, ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് നിങ്ങൾക്ക് ഉറപ്പുള്ളിടത്തോളം കാലം നിങ്ങൾ ആരെയാണ് പേടിക്കുന്നത്? എന്തിനാണ് പേടിക്കുന്നത്? അപ്പോൾ ആ രീതിയിൽ പറയുക. അല്ലാതെ കേരളത്തിലെ ജോർജ് കുര്യൻ പറഞ്ഞ പോലെ കേരളത്തിലെ മാധ്യമങ്ങളെ മുഴുവൻ കുറ്റം പറഞ്ഞ കാര്യമില്ല, മുതലാളിമാരെ കുറ്റം പറയുകയാണ്. എന്ത് കാര്യം? അല്ലെങ്കിൽ എന്ത് ചെയ്യണം? ഈ രാജീവ് ചന്ദ്രശേഖരൻ്റെ കയ്യിലേക്കൊക്കെ ഇഷ്ടംപോലെ പൈസ ഉണ്ടല്ലോ, എല്ലാ ചാനലും മേടിച്ച് വെക്കാൻ പറയാം. എന്നിട്ട് പ്രസിഡന്റ് തന്നെ മുതലാളി, അപ്പോൾ ഇവിടുന്ന് മന്ത്രി വിളിച്ച് പറയാം മുതലാളിനോട് നിങ്ങളെല്ലാം നോക്കിക്കോളൂ എന്ന് പറയാം. അങ്ങനെയൊന്നും കേരളത്തിലെ മാധ്യമങ്ങളായിട്ടില്ല എന്ന്.
കേരളത്തിലെ മാധ്യമങ്ങളായി ചോദ്യം ചെയ്യും. നിങ്ങൾക്ക് ചിലപ്പോൾ കേന്ദ്രത്തിൽ അങ്ങനെ മാധ്യമങ്ങളെ കാണാൻ പറ്റുമായിരിക്കും, പക്ഷേ കേരളത്തിൽ അങ്ങനെ കാണാൻ പറ്റില്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ഒറ്റ കാര്യം പറയാം, അമ്മമാരെ ജയിലിൽ നിന്ന് ഇറക്കി വന്നിട്ട് നിങ്ങൾ എന്ത് വേണമെങ്കിലും പറഞ്ഞോ, കേൾക്കാൻ തയ്യാറാണ്. പക്ഷേ അവിടെ ഇട്ടുകൊണ്ട് നിങ്ങൾ ഈ ന്യായം പറയുന്നത് ശരിയില്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. Meet the editors.